ഹായ്, ഇന്ന് നമ്മൾ ക്യാരറ്റ് ബട്ടൺ നൂഡിൽസ് ആണ് തയ്യാറാക്കുന്നത്. ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായി വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അല്പം കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് നൈസായിട്ടല്ല കേട്ടോ, ഏകദേശം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അധികം കനം കൂടി പോയാൽ നമുക്ക് വെന്ത് കിട്ടാൻ പാടാണ്, അതുകൊണ്ടാണ്. ഇനി ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഒരു 5 to 7 മിനിറ്റ്സ് കൊണ്ട് വെന്ത് കിട്ടും. പിന്നെ ഞാൻ ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ച് അമർത്തി കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പെട്ടെന്ന് ഊരി പോകുന്നുണ്ടെങ്കിൽ അത് ഏകദേശം വെന്തു എന്നാണ്. അപ്പോൾ ആ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന് ഓരോന്നായിട്ട് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. വേവിച്ച് മാറ്റി വെച്ച് ഈ ക്യാരറ്റ് കുറച്ച് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ബൗൾ എടുത്ത് അതിലേക്ക് ക്യാരറ്റ് പേസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ഡോ രൂപത്തിൽ, ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലേക്ക് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് കോൺഫ്ലവർ ഉള്ളവർ അത് യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. രണ്ടിനും 2 ടേസ്റ്റാണ്, പക്ഷെ സംഭവമൊക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അല്പം കുഴച്ചെടുത്തതിന് ശേഷം ബാക്കി 2 ടേബിൾ സ്പൂൺ ചേർത്തു. അങ്ങനെ അല്പാൽപ്പമായിട്ട് നമുക്ക് ചേർത്തെടുത്ത് ഇതിനെ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായി കുഴച്ചെടുക്കുക. അപ്പം എനിക്ക് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഞാനിവിടെ ചേർക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റ് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഇവിടെ ഗോതമ്പ് പൊടി കൂടുതലായിട്ട് ചേർത്തേണ്ടത്, അല്ലെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിൽ അത് കൂടുതലായിട്ട് ചേർത്തേണ്ടി വരും. അപ്പോൾ മാക്സിമം ക്യാരറ്റ് പേസ്റ്റ് ആക്കുന്ന സമയത്ത് വാട്ടർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ബട്ടൺ നൂഡിൽ തയ്യാറാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെക്കണം കേട്ടോ. അതിലേക്ക് 2 വിരൽ മുക്കിയിട്ട് നമ്മൾ ആദ്യം കൈ ഒന്ന് തുടച്ച് നനച്ച് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ അല്പം മാവെടുത്ത് നമ്മൾ ഇതുപോലെ ബോളാക്കി എടുക്കുക. നല്ലോണം ബോൾ ക്രാക്കൊന്നും വീഴാത്ത രീതിയിൽ മാറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ചെറുവിരലുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്ത് ഒന്ന് അതിൻ്റെ നടുക്ക് വെച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായി കിട്ടും. സൈഡ് പിന്നെയും ബ്രേക്ക് ആവുന്നെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒരു വിരലിൽ വെള്ളം എടുത്ത് അതൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ബ്രേക്കേജ് അല്ലെങ്കിൽ ക്രാക്കൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ നൂഡിൽസും അല്ലെങ്കിൽ ബട്ടൺസും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാൻ ഓക്കെയാണ്, നമുക്ക് ഇടയിൽ ഉണ്ടാക്കാൻ ഇച്ചിരി പണിയാണെന്ന് പറഞ്ഞു. അപ്പം ഈ വാട്ടർ ഇങ്ങനെ ആക്കി നമ്മൾ കയ്യിലാക്കിയിട്ട് ഞാൻ ബോൾ ചെയ്യാൻ പറഞ്ഞില്ലേ, അതെന്തിനാന്ന് വെച്ചാൽ മാവ് ഒട്ടലുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന ആ ഒരു കേസൊക്കെ ഇല്ലാണ്ടാക്കാനും നമ്മുടെ ബോളൊക്കെ കറക്റ്റായിട്ട് ഉരുണ്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം കയ്യിലാക്കാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ നമ്മൾ ഹോൾസ് ഉണ്ടാക്കുന്നതിന് മുമ്പും ഈ ചെറുവിരൽ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഹോൾസ് ആക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ കയ്യിൽ ഒട്ടി പിടിക്കാതെ കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ എല്ലാ ബട്ടൺസും ഒരേ ഷേപ്സ് വേണമെന്നുള്ളവർ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ബോൾസ് സെയിം ഷേപ്സ് ആക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. ഒരു സ്പൂണിൻ്റെ അളവിൽ മാവെടുത്ത് അതുപോലെ എല്ലാ ബോൾസും ഒരേ ഷേപ്പിലെടുത്താൽ എല്ലാ ബട്ടൺസും ഒരേ ഷേപ്പിൽ കിട്ടും. ഇപ്പം എനിക്ക് എല്ലാ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. അതായത് വെള്ളം തിളപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടൺസ് നമ്മൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇടയിൽ ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ബട്ടൺസ് പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ തന്നെ എല്ലാ ബട്ടൺസും നമുക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിന്റെ കളർ ഒരു നല്ലൊരു ഓറഞ്ച് കളറാവും. ആ ഒരു സമയം വരെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അതായത് നമ്മുടെ ഈ ഗോതമ്പ് മാവൊക്കെ ഒന്ന് വെന്ത് കിട്ടണുണ്ട്. ഏത് പൊടി, അപ്പോൾ കോൺഫ്ലവർ ആണെങ്കിൽ അത്, നമ്മൾ യൂസ് ചെയ്ത മാവ് ഏതാണോ അതൊന്ന് വെന്ത് കിട്ടുന്നവരെ ഒരു 7 മിനിറ്റ്സ്, ഒരു 5 to 7 മിനിറ്റ്സ് നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പം ഇതെല്ലാം നന്നായി തിളച്ച് വെള്ളം ഒരു ഓറഞ്ച് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാരറ്റ് ബട്ടൺസ് നമുക്ക് ഈ ചൂട് വെള്ളത്തിൽ നിന്നും മാറ്റിയെടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. വാഷ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് സോസാണ് തയ്യാറാക്കേണ്ടത്. സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് സോയാ സോസ് ആണ്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ആണ് ചേർത്തിരിക്കുന്നത്. ഗ്രാനുൾസ് ഇല്ലാത്ത പീനട്ട് ബട്ടർ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാം കൂടെ നന്നായി സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്യുക. ഇത് കുറച്ച് സമയം എടുത്താലും നന്നായി മിക്സായി ഒരു സോസിന്റെ പരുവത്തിലേക്ക് കിട്ടും. നമ്മുടെ സോസ് ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നൂഡിൽസിലേക്ക് ഓയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലിപ്പോൾ സോയാ സോസ് ആഡ് ചെയ്തത് കൊണ്ട് ഇത് ഡയറക്റ്റ് നമ്മൾ തിളപ്പിക്കുന്നില്ല. പകരം ഓയിൽ ചൂടാക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ച സോസ് നമ്മുടെ ക്യാരറ്റ് ബട്ടർ നൂഡിൽസിലേക്ക് അല്പമായിട്ട് ചേർത്ത് അത് ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ചൂടോടെ തന്നെ നമുക്കത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടായിട്ട് നല്ല സോഫ്റ്റ് നല്ല ഒരു പുതിയൊരു ടേസ്റ്റാണ്. നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും. താങ്ക് യു.